ആ രീതിയിലാണ് സംസാരിച്ചത്. എന്നിട്ട് എന്റെ കയ്യിലുള്ള രാമായണത്തിലില്ല, വാൽമീകി എഴുതിയ രാമായണത്തിലില്ല, തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയ രാമായണത്തിൽ, ആധ്യാത്മിക രാമായണത്തിൽ മാത്രമേ ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചു എന്നുള്ളൂ. അതുകൊണ്ട് ശ്രീരാമൻ കഴിച്ചിട്ടില്ല, ഉറപ്പാണ് എനിക്ക്. അടുത്ത ആൾ അതിനേക്കാളും ഉറക്കെ ചാടി പറഞ്ഞു, എന്റെ കയ്യിലുള്ള രാമായണത്തിലുണ്ട്, തന്റെ കയ്യിലുള്ള രാമായണം രാമായണമല്ല. പിന്നെ വാദപ്രതിവാദം. നാരായണ ഗുരുദേവൻ പറഞ്ഞ വരി അറിയാൽ, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണെന്നുള്ളതൊക്കെ കാറ്റിൽ പറത്തി. അപ്പൊ ഞാൻ പ്രഭാഷകരിൽ ഒരുവനായ സ്ഥിതിക്ക് ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ വെറുതെ ഇരിക്കാം. കുറെ കഴിഞ്ഞപ്പോൾ അതിൽ സദസ്സിൽ രണ്ടുപേര് പറഞ്ഞു, ഗോപാലകൃഷ്ണൻ എന്തു പറയും? അപ്പൊ ഞാൻ ഉടനെ അവരോട് ഉത്തരം പറഞ്ഞു. പണ്ട് എന്നോട് ചിലര് ചോദിച്ചു, ഗണപതി പാല് കുടിച്ചോ, സാറ് വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഗണപതി പാല് കുടിച്ചാലും എനിക്ക് വിരോധമില്ല, ഗണപതി പാല് കുടിച്ചില്ലെങ്കിലും എനിക്ക് വിരോധമില്ല. അങ്ങേര് പാല് കുടിക്കുന്നതിന് മുമ്പ് ഞാൻ ഗണപതിയെ പൂജിച്ചിരുന്നു, പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷവും ഞാൻ പൂജിക്കുന്നു. ഇനി ഗണപതി പാല് കുടിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ആ കുടിച്ച വെള്ളം ഏതി കൂടി ആ പുറത്തേക്ക് പോയെന്നുള്ളത് ഞാൻ പറയേണ്ടി വരും. അത് കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ ആൻസർ ക്ലിയറായി. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചാലും എനിക്ക് വിരോധമില്ല, ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചില്ലെങ്കിലും എനിക്ക് വിരോധമില്ല. അങ്ങേര് ജീവിതത്തിൽ നൽകിയ സന്ദേശമാണ് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ കഴിച്ചുകൂടെ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാറുള്ളത്, ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്. 14 കൊല്ലം കാട്ടി താമസിച്ചിട്ടുണ്ട്, രാവണനെ കൊന്നിട്ടുണ്ട്, ഭാര്യയെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതും കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്കും ചേർത്തേക്കാം. ഈ നോൺ വെജിറ്റേറിയൻ മാത്രം എന്തിനാ ചേർക്കാൻ പോണേ? ബാക്കിയുള്ളതും കൂടി ചേർക്കാം. 14 വർഷം ഒന്ന് കാട്ടിപ്പോയിട്ട് ജീവിക്കാം. എന്നിട്ട് കുറഞ്ഞത് സൗദി അറേബ്യ പോയാലും മതി, 14 വർഷം അവിടെ പോയിട്ടൊന്ന് വരിക. എന്നിട്ട് ഭാര്യ ഉപേക്ഷിക്കണം. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുത്ത് ബാക്കിയുള്ളത് എടുക്കാൻ പറ്റില്ല എന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കണമെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കാം. അതിൽ രാമൻ കഴിച്ചോ, ലക്ഷ്മണൻ കഴിച്ചോ, അർജുനൻ കഴിച്ചോ, ഭരതൻ കഴിച്ചോ എന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കുക. അത് നിങ്ങളുടെ ഇത്. രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ നന്മയുപയോഗിച്ച് പകർത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് പകർത്താം. സാധിക്കുന്നത് പകർത്താൻ ഉദ്ദേശമുള്ളൂ, സാധിക്കുന്നത് പകർത്താം. ഒന്നും പകർത്താൻ ഉദ്ദേശമില്ല, സ്വതന്ത്രമായിട്ട് മുമ്പോട്ട് പോവുക, ഒരു പ്രശ്നവും വരാനില്ല. ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഒക്കെ എഴുതിയിരിക്കുന്നത് നിങ്ങളെപ്പോലെ എല്ലാവരും അക്ഷരം പ്രതി അത് വായിച്ച് ജീവിതത്തിൽ പകർത്തുന്നെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. വേണമെങ്കിൽ പകർത്താം, വേണ്ടെങ്കിൽ വേണ്ട. ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ശബരിമല മകരജ്യോതിസ് മൊത്തം തട്ടിപ്പാ, കാണാൻ പോവണ്ട, പ്രശ്നം തീർന്നില്ലേ? ശബരിമല ശാന്തിക്കാരന് മൂലമന്ത്രം കൂടി അറിഞ്ഞൂടാ, പിന്നെ എന്തിനാ അങ്ങേരെ തൊഴാൻ പോകുന്നത്? ശബരിമല ശാസ്താവിനെ തൊഴുതിട്ട് ഇങ്ങോട്ട് വന്നാ പോരെ? അങ്ങേരെ തൊഴാൻ പോകുന്നത് എന്തിനാ? ഓ, അത് ശരിയാണല്ലോ, ഇത് ശരിയാണെന്ന് നിങ്ങളുടെ തലയിൽ തന്നെ ഉദിച്ചാ പോരെ? ഇത് ദേവസ്വം മന്ത്രി ശരിയല്ല, അങ്ങേരെ അടുത്ത് അപേക്ഷ കൊടുക്കാൻ പോവണ്ട, പ്രശ്നം തീർന്നില്ലേ? അപ്പോ നമ്മള് ചിലത് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് വാദിക്കാനും എന്തോ ഒന്ന് കൺവിൻസ് ചെയ്യിക്കാനും ശ്രമിക്കുന്നു. അതൊന്നും നമ്മുടെ ജോലിയല്ല. നമ്മുടെ ജോലി ഒന്ന് മാത്രം, നന്മകൾ എവിടെയുണ്ടോ അത് സ്വീകരിക്കാം. മാർക്സിസത്തിൽ നന്മയുണ്ടെങ്കിൽ നിങ്ങൾ കോൺഗ്രസ്സുകാരനാണെങ്കിലും BJP-കാരനാണെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും അതിലെ നന്മകൾ സ്വീകരിച്ചാൽ എന്താ കുഴപ്പം? ബൈബിളിൽ നല്ലതുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഖുറാനിൽ നല്ലതുണ്ടെങ്കിൽ സ്വീകരിക്കാം. നന്മകൾ എവിടെയുണ്ടെങ്കിലും അത് സ്വീകരിച്ച് ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് സാധിച്ചാൽ അതിനല്ലേ ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. അതിനകത്തെ തിന്മകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കണമെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. ഭഗവത്ഗീത മൊത്തം ശ്രീകൃഷ്ണൻ ഉപദേശിച്ചതിന് ശേഷം അർജുനനോട് എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞതൊക്കെ നീ കേട്ട അക്ഷരം പ്രതി നീ അത് പാലിച്ചില്ല എങ്കിൽ നിന്റെ തല പൊട്ടിത്തെറിക്കുന്നൊന്നും ശ്രീകൃഷ്ണൻ പറഞ്ഞില്ല. പകരം ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യ ഏതത് അശേഷേണ യഥാ ഇച്ഛസി തഥാ കുരു. എന്ത് നല്ലൊരു വരിയ! ഞാൻ പറഞ്ഞു തരാനുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു കൃഷ്ണ. അർജുന, ഇനി ഏതത് ഈ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം അശേഷേണ വിമൃശ്യ പൂർണ്ണമായിട്ടും വിമർശന ബുദ്ധിയാ വിശകലനം ചെയ്ത് ത്വം യഥാ ഇച്ഛസി തഥാ ഗുരു, നിനക്ക് ഏതിഷ്ടമെന്ന് തോന്നുന്നോ അത് നീ ചെയ്യാം. രണ്ടിന്റെയും ഉദ്ദേശം അതേ ഉള്ളൂ. രാമായണം വായിക്കുന്നതിന്റെ ഉദ്ദേശവും അതിനകത്തെ നല്ലതുണ്ടെങ്കിൽ എടുത്ത് ജീവിതത്തിൽ പകർത്താം. പകർത്തിയില്ല എന്നുള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. പകർത്തിയാൽ അവനവന്
ജീവിതത്തില് ഈ 26,500 ദിവസം നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നു. ഓരോ ദിവസവും 23,080 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. ആ ശ്വാസോച്ഛ്വാസത്തിന്റെ ഓരോന്നും കഴിയുമ്പോൾ നമ്മൾ ശ്മശാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് സംതൃപ്തവും സന്തുഷ്ടവും ചാരിതാർത്ഥ്യജനകവും സമഗ്രവുമായ ഒരു ജീവിതം എനിക്കും നിങ്ങൾക്കും നയിക്കാൻ ഈ ഗ്രന്ഥങ്ങൾ സഹായിക്കുമെങ്കിൽ അത് വായിക്കുക, അതിലുള്ളത് നന്മകൾ പകർത്തുക, സ്റ്റെബിലൈസ്ഡ് ആയിട്ടിരിക്കുക. എന്തു വന്നാലും പരിധിക്കപ്പുറം കുലുങ്ങാതിരിക്കുക. അതുമാത്രമല്ല, ജീവിതത്തിൽ ദുഃഖമുണ്ടെന്നറിയാം, ജീവിതത്തിൽ സുഖമുണ്ടെന്നറിയാം. ഇത് രണ്ടും പെർമനന്റ് അല്ല എന്നറിയാം. കുന്തി ശ്രീകൃഷ്ണന്റെ അടുത്ത് വന്നപ്പോൾ ശ്രീകൃഷ്ണൻ ചോദിച്ചു അത്രേ, അമ്മയ്ക്ക് എന്താ വേണ്ടത്? അപ്പൊ കുന്തി പറഞ്ഞു, കൃഷ്ണ, എനിക്ക് വേണ്ടത് നിത്യദുഃഖമാണ്, എനിക്ക് വേണ്ടത് നിത്യദുഃഖമാണ്. കൃഷ്ണൻ ഷോക്കഡായിപ്പോയി. അതെന്താ അങ്ങനെ പറയണത്? ദുഃഖമുണ്ടെങ്കിലേ എന്നും നിന്നെ സ്മരിക്കാൻ പറ്റുള്ളൂ. സുഖമാണെങ്കിൽ ഈശ്വരനെ സ്മരിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് ദുഃഖം മതി കൃഷ്ണ. ആ ഒരു സംഭവം ഒന്ന് ആലോചിച്ച് നോക്കാം. എന്ത് രസം! 12 വയസ്സാവുന്നത് വരെ ശ്രീകൃഷ്ണൻ മിക്കവാറും എല്ലാ ദിവസവും കുന്തിയെ കണ്ടിരുന്നു. 12 വയസ്സാവുന്നത് വരെ ശ്രീകൃഷ്ണൻ സ്വന്തം അമ്മയായ ദേവകിയെ കാണാൻ പോയിട്ടില്ല. 12 വയസ്സുവരെ ദേവകിയെ കാണാൻ പോയിട്ടില്ല ശ്രീകൃഷ്ണൻ. എന്നും കുന്തിയെ കാണാൻ പോയിരുന്നു. ഒരിക്കൽ കുന്തി ചോദിച്ചു, കൃഷ്ണ, നീ എന്താ എന്നെ കാണാൻ ഇങ്ങനെ എപ്പോഴും വരിക? നിന്റെ അമ്മയെ കാണാൻ പോവണ്ടേ? ഓട്ടനെ കൃഷ്ണൻ മറുപടി പറഞ്ഞു, അവിടെ എന്റെ അമ്മയ്ക്ക് അച്ഛൻ തുണയുണ്ട്, നിങ്ങൾക്ക് ആരാ തുണയുള്ളത്? അതുകൊണ്ടാ നിങ്ങളുടെ അടുത്ത് ഞാൻ എപ്പോഴും വരിക. ഇതൊരു രസമായിട്ടുള്ള വരികളാ. അതുപോലെ തന്നെ ദുര്യോധനൻ കരഞ്ഞുകൊണ്ട് വികാര തീവ്രമായിട്ട് ഗാന്ധാരിയുടെ മുമ്പിൽ വന്ന് തൊഴുതുകൊണ്ട് പറയുന്നു, അമ്മേ ഗാന്ധാരി, അമ്മയുടെ മകൻ യുദ്ധത്തിന് പോവാണ്. ഞങ്ങളുടെ കൂട്ടത്തില് 18 അക്ഷൗഹിണി പടകളുണ്ട്. പാണ്ഡവരുടെ കൂട്ടത്തിൽ 7 അക്ഷൗഹിണികളെ ഉള്ളൂ. അപ്പൊ പാണ്ഡവർക്ക് ഞങ്ങൾക്കുള്ള സൈന്യത്തെക്കാൾ 1/3 ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പാണ്. ശ്രീകൃഷ്ണന്റെ യാദവ സൈന്യം വരെ ഞങ്ങളുടെ കൂട്ടത്തിലാണ്, ശ്രീകൃഷ്ണൻ മാത്രമേ അപ്പുറത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഇനി എനിക്ക് വേണ്ടത്, അമ്മയുടെ മൂത്ത പുത്രനായ ദുര്യോധനന് വേണ്ടത് അമ്മയുടെ അനുഗ്രഹം കൂടി മാത്രം. അതുകൂടി ഉണ്ടെങ്കിൽ ജയിക്കുമെന്ന് ഉറപ്പാണ്. ഗാന്ധാരി അടുത്ത് വന്ന് പറഞ്ഞു, മകനെ, വിജയീ ഭവ എന്ന് പറയണമെന്ന് എനിക്കുണ്ട്. സാധ്യമല്ല മകനെ. അതുകൊണ്ട് നിന്നോട് പറയുന്നു, യഥോ ധർമ്മ തഥോ ജയ. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ ജയമുണ്ടാകും മകനെ. ഒരമ്മ മകനോട് പറയണേ, വിജയീ ഭവ എന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞിരുന്നു, പോകാമായിരുന്നു. പറഞ്ഞില്ല. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് വിജയമുണ്ടാവുക മകനെ. വീണ്ടും വീണ്ടും ദുര്യോധനൻ കെഞ്ചി ചോദിച്ചു ഗാന്ധാരിയോട്, വിജയീ ഭവ എന്ന് ഒറ്റ പ്രാവശ്യമെങ്കിലും അമ്മയെ പറയണമെന്ന്. അമ്മ പറഞ്ഞല്ലോ, യഥോ ധർമ്മ തഥോ ജയ. ഒരമ്മയുടെ മഹത്വം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. സഹിക്കവയ്യാത്ത കുറ്റബോധത്തില് ധൃതരാഷ്ട്രര് രാത്രിക്ക് രാത്രി വിതുരനെ തിരിച്ചു വരുത്തുക. വിതുര, എന്റെ മനസ്സ് പൊള്ളുന്നു വിതുര, ഞാൻ കുറ്റം ചെയ്തത് മാതിരി തോന്നുന്നു വിതുര. 2 ദിവസമായിട്ട് നീ പോയതിനു ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല വിതുര, എനിക്ക് സാരോപദേശം തരണം വിതുര എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അവിടെയാണ് വിതുരൻ ധൃതരാഷ്ട്രർക്ക് വിതുരോപദേശം നൽകുന്നത്. ഒരു പുസ്തകം പുറത്തുണ്ട്, വിതുരോപദേശം എന്ന പുസ്തകം. 485 ഉപദേശങ്ങളാണ് അതിനകത്ത് പെടുത്തിയിരിക്കുന്നത്. അത് എന്നെങ്കിലും നിങ്ങൾക്കൊന്ന് വായിക്കണമെന്ന് തോന്നിയാൽ വായിക്കുക. ഞാനത് പലപ്പോഴും വായിക്കാറുണ്ട്. അൾട്രാ മോഡേൺ മാനേജ്മെന്റ് പുസ്തകമാണ് വിതുരൻ. ഈ 5146 വർഷങ്ങൾക്ക് മുമ്പ് ധൃതരാഷ്ട്രർക്ക് വിതുരൻ നൽകിയ ഉപദേശം അൺകമ്പയറബിളി ഗ്രേറ്റ്. 650 ഉപദേശങ്ങളാണ് നൽകിയത്.
അതിലേതാണ്ട് 270 എണ്ണം ഇന്നത്തെ കാലത്ത് പ്രസക്തമല്ലാത്തത് കൊണ്ട് അത് മാറ്റി 485 എണ്ണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഭീഷ്മോപദേശമുണ്ട്. മാനവരാശിക്ക് അളക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പിളാണ് ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടന്നുകൊണ്ട് ധർമ്മപുത്രാദികൾക്ക് നൽകുന്നത്. എന്നെങ്കിലും മാനേജ്മെന്റില് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ അമേരിക്കക്കാരുടെ മാനേജ്മെന്റും ഇംഗ്ലണ്ടുകാരുടെ മാനേജ്മെന്റും ഒന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഈ നാട്ടിലെ മാനേജ്മെന്റിലെ ഒരൊറ്റ വരിയാണ് അമേരിക്കയിലെ മൊത്തം മാനേജ്മെന്റ്. ഒറ്റ വരി. അതുകൊണ്ട് തന്നെയാ കഴിഞ്ഞ വർഷം, ഈ വർഷവും ഞാൻ 2 മാസം അമേരിക്കയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 6-ാം തീയതി വന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷം നവംബർ 14